നടക്കാത്തതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല, ദൈവത്തിന്റെ കരത്താലെല്ലാം നടക്കും. മാറിടാത്തതൊന്നുമില്ല, നീങ്ങിടാത്ത കാര്യമില്ല, യേശുവിന്റെ നാമത്തിൽ സർവം നടക്കും. ഉറപ്പോടെ ബലത്തോടെ കൃപയിൽ മുന്നേറി പോകാം, ശത്രുവിൻ തന്ത്രത്തെ ശക്തിയാൽ ജയിക്കാം. ഉറപ്പോടെ ബലത്തോടെ കൃപയിൽ മുന്നേറി പോകാം, ശത്രുവിൻ തന്ത്രത്തെ ശക്തിയാൽ ജയിക്കാം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ നേരെ പാഞ്ഞു ചെല്ലും, ദൈവത്താലേതു മതിലും ചാടിക്കടക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ നേരെ പാഞ്ഞു ചെല്ലും, ദൈവത്താലേതു മതിലും ചാടിക്കടക്കും. നടക്കാത്തതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല, ദൈവത്തിന്റെ കരത്താലെല്ലാം നടക്കും. മാറിടാത്തതൊന്നുമില്ല, നീങ്ങിടാത്ത കാര്യമില്ല, യേശുവിന്റെ നാമത്തിൽ സർവം നടക്കും. കാൽകളെ പോലെ ഗിരികളിൽ നിർത്തിയേ. നടക്കാത്തതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല, ദൈവത്തിന്റെ കരത്താലെല്ലാം നടക്കും. മാറിടാത്തതൊന്നുമില്ല, നീങ്ങിടാത്ത കാര്യമില്ല, യേശുവിന്റെ നാമത്തിൽ സർവം നടക്കും. ഇത്രത്തോളം എന്നെ വലിയവനാക്കി മാറ്റിയേ. നടക്കാത്തതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല, ദൈവത്തിന്റെ കരത്താലെല്ലാം നടക്കും. മാറിടാത്തതൊന്നുമില്ല, നീങ്ങിടാത്ത കാര്യമില്ല, യേശുവിന്റെ നാമത്തിൽ സർവം നടക്കും. കർത്താവിന്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവസഭയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്. എന്നാൽ അന്ത്യകാലങ്ങളിൽ സഭ എങ്ങനെയായിരിക്കും എന്നത് പ്രവചന പുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണാനായി കഴിയും. വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ പണിയുന്ന, അല്ലെങ്കിൽ നഷ്ടമായി പോയ നന്മകളിലേക്ക് മടങ്ങി വരുന്ന, ജാതികളുടെ മഹത്വത്തിലേക്ക് അനുഭവമാകുന്ന ആ അന്ത്യനാളുകളെ കുറിച്ചിട്ട് പ്രവചന പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. ആ സമയത്തിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്.
ഇന്നത്തെ വചനം കേൾക്കുമ്പോൾ കർത്താവ് നിങ്ങളോടും ചിലത് സംസാരിക്കട്ടെ. ആ മഹത്വത്തിലേക്ക്, അല്ലെങ്കിൽ വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ ഉയർത്തുന്ന അനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ ഉയർത്തിപ്പിടിച്ചതിന്റെ ഉയർത്തിയതിന്റെ അനുഭവത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. അന്ത്യസമയത്തിൽ കർത്താവ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവചനങ്ങൾ പറഞ്ഞതുപോലെയുള്ള അനുഭവത്തിൽ ഓരോരുത്തർക്കും ആയിരിക്കാം എന്നത് നമുക്ക് ദൈവവചനത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ കർത്താവ് നിങ്ങളോട് ഓരോരുത്തരോടും സംസാരിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. The last days what will happen? അവസാന ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ The പോകുന്നത്? sinners and sick people will come into the church. പാപികളും രോഗികളും ആയിരിക്കുന്നവർ സഭയിലേക്ക് The വരുവാനിടയാകും. same thing happened to the temple of David. Amen. ഇതേ കാര്യമാണ് ദാവീദിന്റെ കൂടാരത്തിൽ So സംഭവിക്കാനിടയായിരുന്നത്. when it is restored, അതിനെ പുതുക്കി സ്ഥാപിച്ചപ്പോൾ Bible say the glory increase in another level. അതിനെ Amen. പുതുക്കി സ്ഥാപിച്ചപ്പോൾ ബൈബിൾ പറയുന്നത് മഹത്വം വേറൊരു തലത്തിൽ അതിനെ നിറയ്ക്കുവാനിടയായി. Are you following me? നിങ്ങൾ എന്നെ That means when the David tabernacle rise again, the glory also rise എന്ന് again. വെച്ചാൽ ദാവീദിന്റെ കൂടാരത്തിൽ എഴുന്നേൽക്കാൻ ഇടയാകുമ്പോൾ മഹത്വം വീണ്ടും എഴുന്നേൽക്കാൻ ഇടയാകും. Not only that, അത് മാത്രമല്ല when the David tabernacle rise, ദാവീദിന്റെ കൂടാരം എഴുന്നേൽക്കുമ്പോൾ it will possess the land of the Gentiles. Amen. ജാതികളുടെ ദേശം അത് കൈവശമാക്കുവാൻ ഇടയാകും. How many of you believe you are going to possess the land of the Gentiles? എത്ര പേർ വിശ്വസിക്കുന്നത് നിങ്ങൾ ജാതികളുടെ സമ്പത്ത് കൈവശമാക്കുമെന്ന്? Today I am prophesying to you. ഞാൻ നിങ്ങളോട് പ്രവചിക്കുകയാണ്. When the fallen David's tabernacle rise, ദാവീദിന്റെ വീണുപോയ കൂടാരം എഴുന്നേൽക്കുമ്പോൾ that moment onwards, the church of God is possess the land of Gentiles. ആ സമയത്ത് നമ്മുടെ സഭ എന്ത് ജാതികളുടെ സമ്പത്ത് കൈവശമാക്കിക്കൊണ്ടിരിക്കും. ജാതികളുടെ രാജ്യങ്ങൾ. So if you believe this is the end time restoration, ഇതൊരു അന്ത്യകാല വീണ്ടെടുപ്പാണെങ്കിൽ you can believe your family will restore. നിങ്ങൾക്ക് വിശ്വസിക്കാൻ നിന്റെ കുടുംബം പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. Your children will restore. നിന്റെ കുട്ടികൾ പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. Come on church, give a clap offering to the Lord. Your family restore. നിങ്ങളുടെ കുടുംബം പുനഃസ്ഥാപിക്കപ്പെടുന്നു. Your children restore. നിങ്ങളുടെ കുട്ടികൾ പുനഃസ്ഥാപിക്കപ്പെടുന്നു. Even your relatives will restore. നിന്റെ ബന്ധുക്കൾ പോലും പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. Your land will restore. നിന്റെ സ്ഥലം പുനഃസ്ഥാപിക്കപ്പെടുന്നു. Because you are going to possess the land of Gentiles. നീ ജാതികളിലെ നിലങ്ങളെ കൈവശമാക്കാൻ പോകുന്നു. How many of you believe this is the time, this is the end time? ഇത് അവസാന കാലമാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? In the end time God will rise the temple of the fallen temple of the David. Amen. ഈ അന്ത്യനാളിൽ വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ ദൈവം എഴുന്നേൽപ്പിക്കാൻ ഇടയാകും. That means we are the fallen temple of David. എന്ന് വെച്ചാൽ നമ്മളാണ് വീണുപോയ ദാവീദിന്റെ കൂടാരം. In that temple will be worship. ആ കൂടാരത്തിൽ ദൈവത്തിന്റെ ആരാധനയുണ്ട്. In that temple full of glory. ദൈവത്തിന്റെ മഹത്വം അതിനകത്ത് നിറഞ്ഞിരിക്കുന്നു. But look at the tradition church. എന്നാ പാരമ്പര്യ സഭയെ നോക്കിയാട്ടെ. There is no glory over there. അവിടെ ദൈവത്തിന്റെ മഹത്വം അവിടെ ഇല്ല. There is no glory. അവിടെ മഹത്വമില്ല. But Solomon going there. പക്ഷേ ശലോമോൻ അവിടെയാണ് പോകുന്നത്. Are you following there? Solomon is going the place there is no glory. ശലോമോൻ പോകുന്നത് മഹത്വമില്ലാത്ത ഒരു സ്ഥലത്താണ്. But David goes to his tent full of glory. എന്നാൽ ദാവീദ് പോകുന്ന സ്ഥലമോ അത് മഹത്വം കൊണ്ട് നിറഞ്ഞതാണ്. Are you listening? 2 Chronicles chapter 28 verse 6 onwards. 2 ദിനവൃത്താന്തം 28:6 മുതൽ. Listen to me. We can see David received a revelation about the church. ദാവീദ് അവിടെ ഒരു സഭയെക്കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിക്കുന്നത് നമുക്ക് കാണാനായി സാധിക്കും. Solomon never received a revelation about the church. ശലോമോന് ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ച് ഒരു വെളിപ്പാട് ഇതുവരെ കിട്ടിയിട്ടില്ല. But David received a revelation about the church. ദാവീദ് പക്ഷേ ഒരു വെളിപ്പാട് കിട്ടുവാനിടയായി. And hand over to Solomon. അത് ശലോമോന് വേണ്ടി അവനാണ് ദാവീദാണ് ശലോമോന് കൊടുക്കുവാനിടയായത്. That means those who are worshiping the glory, they have the revelation of the church. മഹത്വത്തെ ആരാണോ ആരാധിക്കുന്നത് അവർക്ക് സഭയെക്കുറിച്ചുള്ള വെളിപ്പാടുണ്ടാകും. Those who are worshiping the glory, they have the mind of Christ. Amen. ആരാണോ മഹത്വത്തിൽ ദൈവത്തെ ആരാധിക്കുന്നത് അത് അവർക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ടാകും. Those who are worshiping in the tent of glory, they receive the glory. Amen. ദൈവത്തെ മഹത്വത്തിൽ ആരാണോ ആരാധിക്കുന്നത് അവർ ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറയപ്പെടാനാണ്. And those who are, listen to me, in the fallen temple of David,
they have the mind of prayer. വീണുപോയ ദാവീദിന്റെ കൂടാരത്തിൽ ആരാധിക്കുന്ന ആരാണോ അവർക്ക് പ്രാർത്ഥനയ്ക്കുള്ള ഒരു മനസ്സുണ്ടാകും. Those who are in the tent of fallen tent of the David, they have the vision of God. വീണുപോയ ദാവീദിന്റെ കൂടാരത്തിൽ ആരാധിക്കുന്ന ആരാണോ അവർക്ക് ദൈവത്തിന്റെ ദർശനമുണ്ടാകും. That means God gave a vision to David about his church. ദൈവം ദാവീദിന് അവന്റെ സഭയെക്കുറിച്ചുള്ള വെളിപ്പാട് കൊടുക്കുവാൻ That ഇടയായി. means you are going to see and experience the visions from God. എന്ന് വെച്ചാൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ദൈവിക വെളിപ്പാടുകൾ പ്രാപിക്കാനായി പോകുന്നു. This is our season. ഇത് അതിന്റെ സീസൺ ആണ്. Will you please stand up and worship നിങ്ങൾ God? എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിക്കാമോ? I know when we say tabernacle of David, fallen tabernacle of David, is a hardened word. നമ്മൾ ദാവീദിന്റെ കൂടാരം അത് വീണു, ദാവീദിന്റെ കൂടാരം വീണു എന്ന് പറയുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ് But മനസ്സിലാക്കാൻ. I want to say how the restoration will take place. പക്ഷേ എങ്ങനെയാണ് പുനഃസ്ഥാപനം സ്ഥാപിച്ചതെന്ന് എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമാണ്. When the olden days the prophets had started to prophesy, in the last days it will happen. Amen. പഴയ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ പ്രവചിക്കാൻ തുടങ്ങി. അത് ഈ അന്ത്യനാളിൽ അത് വീണ്ടും സംഭവിക്കാനായി That പോകുന്നു. means that the fallen temple of David will rise again. Sinners will trust on it. Amen. എന്ന് വെച്ചാൽ വീണുപോയ ദാവീദിന്റെ കൂടാരം വീണ്ടും എഴുന്നേറ്റ് അല്ലെങ്കിൽ ഉയർത്തപ്പെടുവാൻ ഇടയാകും. പാപികളായിരിക്കുന്നവർ അതിലേക്ക് ഓടി വരുവാൻ ഇടയാകും. And the church of God is going to possess the land in the world. ദൈവത്തിന്റെ സഭ ഈ ലോകത്തിലെ രാജ്യങ്ങളെ പിടിച്ചടക്കുവാൻ ഇടയാകും. If it is true, this is from God. അത് ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ, If it's true to us, അത് ആ സത്യം നമുക്കുള്ളതാണെങ്കിൽ, we believe we are going to buy a land in Trivandrum. നമ്മൾ വിശ്വസിക്കുക ഈ തിരുവനന്തപുരത്ത് നമ്മളൊരു സ്ഥലം വാങ്ങിക്കാനായി പോകുന്നു. We are going to buy the land from Gentiles. ജാതികളുടെ കയ്യിൽ നിന്ന് നമ്മൾ സ്ഥലങ്ങൾ വാങ്ങിക്കാനായി Because പോകുന്നു. it is written, we are going to possess the land. കാരണം ഇത് എഴുതപ്പെട്ടിരിക്കുക നമ്മൾ കൈവശമാക്കുമെന്ന്. If you believe or not, you are going to possess the land. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ നിങ്ങൾ സ്ഥലങ്ങൾ കൈവശമാക്കാൻ പോകുന്നു. Can I prophesy to you? ഞാൻ നിങ്ങളോടൊന്ന് പ്രവചിക്കട്ടെ. I don't know what about your land, own land. നിങ്ങളുടെ പഴയ സ്ഥലത്തെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. I don't know what happened because of your financial situation. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ കൊണ്ട് എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? But I tell you, the bankrupt land will restore. Amen. നിങ്ങൾ കടത്തിൽ പോയിരിക്കുന്ന നിങ്ങളുടെ വസ്തുക്കൾ അത് തിരികെ വരുവാൻ The ഇടയാകും. bankrupt land will restore. നിങ്ങൾ കടത്തിലായിരിക്കുന്ന വസ്തുക്കൾ തിരികെ വരും. Those who are lose their land and they will restore the land back. ആർക്കൊക്കെ തന്റെ സ്ഥലം നഷ്ടപ്പെട്ടു പോയോ അതെല്ലാം നിങ്ങൾക്ക് തിരികെ നൽകുവാൻ ഇടയാകും. Those who are saying my land is holding by a Gentile, I am suffering now, I challenge you, you will restore it back. ആരൊക്കെ പറയുന്നു ജാതികളുടെ കയ്യിലാണ് എന്റെ വസ്തുക്കൾ ആയിരിക്കുന്നതെന്ന് ഞാൻ വെല്ലുവിളിച്ച് നിങ്ങളോട് പറയുന്നു, അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കാൻ പോകുന്നു. Hallelujah. Hallelujah. My blessing is holding some Gentiles. They will restore back into your hand. നിന്റെ അനുഗ്രഹം ആരെങ്കിലും ജാതികളുടെ കയ്യിലാണോ ഇരിക്കുന്നത് അത് നിന്റെ കയ്യിലേക്ക് പുനഃസ്ഥാപിക്കപ്പെടാൻ This പോകുന്നു. is the word for you, those who are suffering. ആ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നിങ്ങളോടുള്ള ദൈവത്തിന്റെ വാക്കാണ്. Those who are holding, those who are losing their land, they are restored. Amen. നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ അത് പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. Land will restore. സ്ഥലം പുനഃസ്ഥാപിക്കപ്പെടും. Family will restore. കുടുംബം പുനഃസ്ഥാപിക്കപ്പെടും. Glory will restore. മഹത്വം പുനഃസ്ഥാപിക്കപ്പെടും. Vision will restore. Vision will restore. ദർശനം പുനഃസ്ഥാപിക്കപ്പെടും. Come on, say with me. Land will restore. സ്ഥലം പുനഃസ്ഥാപിക്കപ്പെടും. Come on. Land will restore. സ്ഥലം പുനഃസ്ഥാപിക്കപ്പെടും. Health will restore. ആരോഗ്യം പുനഃസ്ഥാപിക്കപ്പെടും. Glory will restore. മഹത്വം പുനഃസ്ഥാപിക്കപ്പെടും. The blessing will restore. അനുഗ്രഹം പുനഃസ്ഥാപിക്കപ്പെടും. Vision will restore. വിഷൻ പുനഃസ്ഥാപിക്കപ്പെടും. God's plan will restore. ദൈവത്തിന്റെ പദ്ധതി മൊത്തം പുനഃസ്ഥാപിക്കപ്പെടും. Because Solomon have wisdom, but there is no vision now. ശലോമോന് ജ്ഞാനമുണ്ടായിരുന്നു, പക്ഷേ വിഷൻ ഇല്ലായിരുന്നു. But look at David, he have vision to release the God's plan to his hand. പക്ഷേ ദാവീദിന് വിഷൻ ഉണ്ടായിരുന്നു ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കുക. Just imagine I'm a David. I receive a plan from God. ഞാൻ ഡേവിഡ് ആണെന്ന് കരുതിയിട്ട് ദൈവത്തിൽ നിന്ന് ഒരു പ്ലാൻ സ്വീകരിച്ചു. I give to Solomon to fulfill. അത് ശലോമോന്റെ കയ്യിൽ കൊടുത്തു അതിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി. He don't have a
plan, he have wisdom to fulfill it. ശലോമോന് അതിന്റെ വിഷൻ ഇല്ലായിരുന്നാൽ പ്ലാനും ഇല്ലായിരുന്നു, പക്ഷേ ജ്ഞാനം ഉണ്ടായിരുന്നു അതിനെ പൂർത്തീകരിക്കാൻ That വേണ്ടി. means those who are worshiping God, they have the plan for their life. എന്ന് വെച്ചാൽ ആരാണോ ദൈവത്തെ ആരാധിക്കുന്നത് അവർക്ക് ദൈവത്തിന്റെ പ്ലാൻ അവരുടെ കൈകളിലുണ്ട്. God will reveal the plans of God to their life. അവരോട് ദൈവത്തെ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള പ്ലാൻ ദൈവം നിങ്ങളോട് വെളിപ്പെടുത്തുവാൻ ഇടയാകും. Can I prophesy to you? ഞാൻ നിങ്ങളോടൊന്ന് പ്രവചിക്കട്ടെ. This year you will accumulate your plans from God. ദൈവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അക്യുമുലേറ്റ് ചെയ്യാൻ ഇടയാകും. You will receive it. നിങ്ങൾ സ്വീകരിക്കുക. You will possess it. നിങ്ങൾ അത് You കൈവശമാക്കുക. will enjoy it. നിങ്ങൾ സന്തോഷിക്കുക. Come on, worship the Lord. Hallelujah. Say hallelujah. Hallelujah. This year you will see that. ഈ വർഷം നിങ്ങൾ അത് കാണാനായി You പോകുന്നു. will accumulate what are the plans for God and possess it. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ള പ്ലാൻ കൈവശമാക്കുകയും അതിൽ പ്രാപിക്കുകയും ചെയ്യാൻ ഇടയാകും. I challenge you, this is for you. ഇത് This is നിങ്ങൾക്ക് for you. വേണ്ടിയിട്ടുള്ളതാണ്. This is for you. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നിങ്ങൾക്ക് Because വേണ്ടിയിട്ടുള്ളതാണ്. this is a season for rising the fallen temple of God. ഇത് വീണുപോയ കൂടാരത്തെ എഴുന്നേൽപ്പിക്കുന്ന കാലഘട്ടമാണ്. Which believe this is the time of our church because the end time. ഇന്ന് ഇത് നമ്മുടെ സഭയുടെ കാലഘട്ടമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, കാരണം ഇത് അന്ത്യസമയമാണ്. Can you give a clap of thanks to the Lord? ദൈവത്തിന് കരമടിച്ച് Come on, give a worship. അവനെ Give സ്തുതിച്ചാട്ടെ, worship. അവനെ സ്തുതിച്ചാട്ടെ, Give worship. അവനെ സ്തുതിച്ചാട്ടെ. അന്ത്യകാല സഭ എന്ന് പറയുന്നത് വീണുപോയ ദാവീദിന്റെ കൂടാരമാണ്. വീണുപോയ ദാവീദിന്റെ കൂടാരം എഴുന്നേൽക്കുമ്പോൾ ദേശത്തെ വസ്തുവകകളെ അവർ സ്വന്തമാക്കും. ഇത് എഴുതപ്പെട്ടതാണ്, റിസ്റ്റോറേഷന്റെ ഭാഗമാണ് എങ്കിൽ ഞാൻ അതിനെ അനുഭവിച്ചിരിക്കും. ഞാൻ അതിനെ ഈ വർഷം സ്വന്തമാക്കും. Come on, I will receive this from this year. ഞാൻ ഈ വർഷം അത് സ്വീകരിക്കാൻ ഇടയാകും. Land of Gentiles. ജാതികളുടെ സമ്പത്ത്, ജാതികളുടെ മഹത്വത്തെ അവകാശമാക്കുന്ന ദിവസങ്ങളാണിത്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ മേൽ വന്നിരിക്കുന്ന ഓരോ വാഗ്ദത്തങ്ങളെയും അവകാശങ്ങളെയും സ്വന്തമാക്കുന്ന ദിവസങ്ങളായി ഇതിനെ കണ്ടാട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ള വലിയ കൃപയിലായിരുന്നാട്ടെ. എല്ലാവിധമായ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. നമുക്ക് ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ഓരോ ശുശ്രൂഷ വേളകളിലും നിരവധിയായ ദൈവിക നന്മകൾ കാണുവാൻ ദൈവം നമുക്ക് ഇടയാക്കുന്നുണ്ട്. ഇന്നും നമുക്ക് അത്തരം ദൈവിക അത്ഭുതങ്ങളെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങളുണ്ട്. നമ്മളോട് ഇന്ന് ആദ്യമായിട്ട് തൻ്റെ സാക്ഷ്യം പറയാൻ പോകുന്നത് വസന്ത എന്ന പേരുള്ള സിസ്റ്ററാണ്. വലിയ വിള എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ സിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ മാസം രാവിലെ സിസ്റ്ററിന് അതികഠിനമായി ശ്വാസം മുട്ടലുണ്ടായി. അങ്ങനെയല്ലേ പറഞ്ഞേ? സിസ്റ്ററിന് അതികഠിനമായി ശ്വാസം മുട്ടലുണ്ടായി. ആ ശ്വാസം മുട്ടലുണ്ടായിരിക്കുമ്പോൾ തന്നെ അതിനൊരു സഹായം കിട്ടാൻ വേണ്ടിയിട്ട് താൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കരമായി ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ശ്വാസം മുട്ടൽ കാരണം സിസ്റ്റർ നിലവിളിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അല്ലേ? അങ്ങനെയല്ലേ? പോകുന്ന വഴിക്ക് നിലവിളിക്കാൻ തുടങ്ങി. ആ നിലവിളി കേട്ട് അയൽവക്കത്തുള്ള ആൾക്കാർ ഓടി വന്നു. അവർ സിസ്റ്ററിൻ്റെ പ്രയാസങ്ങൾ കണ്ടിട്ട് വെള്ളം കുടിക്കാൻ കൊടുത്തു. അങ്ങനെ വെള്ളം കുടിച്ചു. അതിനുശേഷം ആൾക്കാരെല്ലാവരും കൂടി ആംബുലൻസ് വിളിച്ചു. വണ്ടി വിളിച്ച് സിസ്റ്ററിനെ മെഡിക്കൽ കോളേജിലാക്കി. മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. അവിടെ ICUയിലായിരുന്നു എന്നാണ് പറഞ്ഞത്. ICUയിലായിരുന്നു സിസ്റ്ററെ? വെന്റിലേറ്ററിലായിരുന്നു. ഓക്കെ, അത്ര സീരിയസ് ആയി വെന്റിലേറ്ററിലായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് സിസ്റ്ററിന് കിട്ടിയ ദൈവിക ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സിസ്റ്റർ കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവേ, എനിക്ക് ഒരു പ്രയാസവും ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഡോക്ടർമാർ വന്ന് പറഞ്ഞു സിസ്റ്ററിന് ആൻജിയോഗ്രാം ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലേ? അത് 5 മണിക്കൂർ ഐസിൽ കിടന്നു. ഈ ശ്വാസമുട്ടൽ വന്നപ്പോൾ ഞാൻ 2 മണിക്ക് എണീച്ച് ഡ്രസ്സ് മാറി. കുറച്ചൊക്കെ എനിക്ക് അപ്പോഴും പറ്റുമായിരുന്നു. ആ 2 മണി ആയപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് പറ്റത്തില്ല. എങ്ങനെയെങ്കിലും ഞാൻ കതവെല്ലാം വലിച്ചടച്ച് കേറ്റടയ്ക്കാൻ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഞാനൊരു ബാഗിനകത്ത് ഈ പൈസയും എടുത്തിട്ടുകൊണ്ട് വേഗം റോട്ടിൽ കയറി. എൻ്റെ വീട്ടിൻ്റെ നടയിലും വണ്ടി വരും. എന്നാലും എനിക്കറിയാമെന്നുള്ളൊരു വീട്ടിൻ്റെ നടയിൽ ചെന്നിടന്ന് ഞാൻ നിലവിളിച്ച് ചേച്ചി ഒന്ന് എഴുന്നേറ്റ് വാ, എനിക്ക് അത്രയ്ക്ക്
ശ്വാസം വലിച്ച് വിടാൻ വയ്യ, അയ്യോ എന്ന് നിലവിളിച്ച്, ദൈവമേ എൻ്റെ അപ്പാ നീ എനിക്ക് എന്താണ് ഇത് വെച്ചിട്ടുള്ളതെന്ന് വിചാരിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ വേർത്ത് കുളിച്ച് ഒരു മതിലേലോട്ട് അങ്ങ് പിടിച്ച് നിൽക്കുമായിരുന്നു. ആ മതിലിലോട്ട് പിടിച്ച് നിന്നപ്പോഴത്തേക്ക് എനിക്ക് നിൽക്കാൻ വയ്യ, നിലവിളിയുണ്ട്, എനിക്ക് സഹിക്കാനും വയ്യ. ഞാൻ ഇങ്ങനെ ദൈവമേ ഞാൻ നിലവിളിക്കുന്നത് എന്ന് കേട്ട് അവർ ഓടി വന്ന് എന്താ ആൻറ്റി എന്ന് ആ പയ്യൻ വന്ന് എൻ്റെ നടുവൊക്കെ അങ്ങ് തടവി. ഞാൻ വേർത്ത് കുളിച്ചങ്ങ് നിൽക്കുക. ആ തടവിയതിന് ശേഷം ആ പയ്യനും അമ്മയും കൂടെ പിടിച്ച് എന്നെ വീട്ടിൻ്റെ വാതിക്കെ കൊണ്ട് ഇരുത്തിയിട്ട് കുറേ ചൂടുവെള്ളം അവൻ്റെ ഭാര്യ തിളപ്പിച്ച് എനിക്ക് കൊണ്ട് തന്നു കുടിച്ച്. അപ്പോഴത്തേക്ക് അവൻ വണ്ടി വിളിച്ച്, വണ്ടിക്ക് വരാൻ വഴി അറിഞ്ഞൂടാതെ വീണ്ടും അവൻ വണ്ടി എടുത്തുകൊണ്ട് റോട്ടിൽ കയറി വണ്ടി വിളിച്ചത്. അപ്പോഴേ എൻ്റെ മോളെ നമ്പർ ഈ വീട്ടുകാർക്ക് അറിയാമായിരുന്നു. മോളോട് പറഞ്ഞ് നീ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ വരണം, അതിൻ്റെ അമ്മയ്ക്ക് ഇത്തിരി സീരിയസ് ആണ്. അപ്പോഴവൾ പറഞ്ഞു ഞാൻ പെട്ടെന്ന് വന്നോളാം സിന്ധു, അമ്മയെ അവിടെ വരെ കൊണ്ട് എത്തിക്കാൻ പറ്റുമോ, അവ വണ്ടിയിൽ തന്നെ വരണേ എന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുവന്ന് എല്ലാ ചികിത്സയും 5 ദിവസം അവിടെ കിടന്നു. 5 ദിവസം കഴിഞ്ഞേച്ച് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ 5 ദിവസം ഉണ്ടായിരുന്നു. 5 ദിവസം കിടന്നു. 5 ദിവസത്തിൽ എത്ര ദിവസം വെന്റിലേറ്ററിലായിരുന്നു? ഒറ്റ ദിവസം ഞാൻ കിടന്നോളൂ. ദൈവത്തോട് വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച്, കർത്താവേ നീ എനിക്ക് പൂർണ്ണ സുഖം തരണേ. വെന്റിലേറ്ററിൽ നിന്ന് പിന്നെ ICUയിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ ഡോക്ടർ പറഞ്ഞ് എക്കോ എടുത്ത് കാണിക്കണമെന്ന് പറഞ്ഞ് എക്കോ എടുത്ത് കാണിച്ചു, സ്കാൻ ചെയ്ത് കാണിച്ചു. ഇതെല്ലാം പെട്ടെന്ന് പെടുത്ത് 2 മക്കളും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചെയ്തു. അപ്പോൾ 5000 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞ് ആൻറ്റിഗ്രാം ചെയ്യണതിന്. അതിന് ആ മക്കൾ 2 പേരും പൈസ അടയ്ക്കാൻ വേണ്ടി കൊണ്ടുവച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്നെ കൊണ്ടുവന്ന് ഐസിലോട്ട് അങ്ങ് കിടത്തിയിട്ട് എന്നോട് പറഞ്ഞ് കിടക്ക്, നിങ്ങളെല്ലാവരും ചെയ്യാൻ ഒരു 10-16 പെണ്ണും ആണുമായിട്ട് ഉണ്ടായിരുന്നു ഈ ഇതിനകത്ത്. അപ്പോഴും ഞാൻ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കും, ദൈവമേ നീ എന്നെ ഇതിൻ്റെക്ക് കൊണ്ടുപോകരുത്, നീ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ നീ എന്നെ പുറത്ത് തന്നെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിന് കുറച്ച് 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞ് വസന്തയെന്ന് പറഞ്ഞ ആളാണ് ഇവിടെ കിടക്കുവാന്ന്. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ഡോക്ടറെ, അയാൾക്ക് ചെയ്യണ്ട, ഇയാളങ്ങ് എണീച്ച് വാ, ആൻറ്റിഗ്രാം ചെയ്യണ്ട, എണീച്ച് വരുമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് എണീച്ച് വന്നപ്പോൾ എൻ്റെ മോള് വാതിക്കെ നിന്നിട്ട് അവിടെ ഒത്തിരി മരണവും ആ സമയത്ത് നടന്ന്. ഇന്ന് 6-ാം തീയതി ഒരു 3-4-5 മരണം ഈ സ്ഥലത്ത് നടന്നു. കർത്താവ് അങ്ങനെ കർത്താവ് അത്ഭുതകരമായിട്ട് സിസ്റ്ററിന് വിടുതൽ തന്നു അല്ലേ? ഓക്കെ. പക്ഷേ സിസ്റ്റർ അറിയേണ്ട കാര്യം, നമ്മൾ കർത്താവിനെ വിളിച്ച് അഭിഷേകിക്കുമ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ജോൺ ബ്രദർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദൈവം ദോഷങ്ങളാൽ നമ്മളെ പരീക്ഷിക്കത്തില്ല, ഒരു ദോഷവും നമ്മുടെ ജീവിതത്തിൽ ചെയ്യത്തില്ല. ആ ഒരു ഉറപ്പാണ് നമുക്കെപ്പോഴും വേണ്ടത്. ഒരുപക്ഷെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പിശാചിൻ്റെ ചില പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ വരും. പക്ഷെ അപ്പോഴും ദൈവത്തിൻ്റെ സംരക്ഷണ കരത്തിന് വിലക്കുറവൊന്നും വരത്തില്ല. അങ്ങനെ തന്നെ. ഓക്കെ ഓക്കെ. നമ്മളുടെ സഭയിൽ പഠിപ്പിക്കുന്ന ചില ബോധ്യങ്ങൾ സിസ്റ്ററിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വന്നു. അത് ഒരു ധൈര്യമായിട്ട് മാറി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഒരു വലിയ പ്രയാസത്തിൽ നിന്ന് ദൈവം സിസ്റ്ററിനെ വിടുവിച്ചു. കർത്താവിൻ്റെ സ്നേഹത്തെ ഒരിക്കൽ കൂടി മറ്റുള്ളവരോട് പറയാൻ ദൈവം അവസരം കൊടുത്തു. തുടർന്നുള്ള ദിവസങ്ങളിലും കർത്താവ് സിസ്റ്ററിനെ വളരെ ശക്തിയായിട്ട് ഉപയോഗിക്കുകയും സൗഖ്യത്തിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ദൈവത്തിൻ്റെ ശ്രേഷ്ഠ അനുഭവങ്ങൾക്കായി നന്ദി പറയാം. ഓരോ സാക്ഷ്യങ്ങളും ഓരോ അനുഭവങ്ങളും അത് നമ്മളോട് സംസാരിക്കുന്നത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചിട്ടാണ്. കർത്താവ് ഓരോന്നും ചെയ്യുമ്പോൾ അത് വചനത്തെ ഉറപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയോട് ചിലത് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ അത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് കർത്താവ് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം ഓരോ ദിവസവും അത്ഭുതങ്ങളിൽ നിന്ന് അത്ഭുതങ്ങളിലേക്കാകട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. അപ്പോൾ അതിനോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ, അവിടുത്തെ അത്ഭുതങ്ങളെ കാണുമ്പോൾ, കർത്താവിൻ്റെ ശ്രേഷ്ഠതയെ കർത്താവെ ഞങ്ങൾക്ക് ഓരോ ദിവസവും കൂടുതൽ വ്യക്തമാക്കുക. ഓരോ ദിവസവും കർത്താവ് സംസാരിക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കുകയാണ് ചെയ്യുന്നത്. കർത്താവെ, എന്നോടൊപ്പമായിരിക്കുന്ന കുടുംബങ്ങൾ ദൈവിക നന്മ അനുഭവിക്കട്ടെ, ദൈവിക സ്നേഹം അനുഭവിക്കട്ടെ, ദൈവിക വിടുതൽ അനുഭവിക്കട്ടെ. അപ്പോൾ ഈ ദിവസങ്ങളിൽ അനുഭവിക്കേണ്ട ഓരോ നന്മകളിലും കർത്താവെ ഈ കുടുംബങ്ങളായിത്തീരട്ടെ അപ്പാ, ഈ കുടുംബങ്ങളായിത്തീരട്ടെ അപ്പാ. അനുഗ്രഹിക്കുന്നു പിതാവേ, അനുഗ്രഹിക്കുന്നു കർത്താവേ. അപ്പോൾ എന്നെ കാണുന്ന ഒരു വ്യക്തി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ചുമപ്പിനകത്തിൽ വലിയ പുള്ളിയുള്ള ഒരു ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ആ വ്യക്തിക്ക് തലവേദന സ്ഥിരമായി വരുന്നൊരു വ്യക്തിയാണ്.
അതേപോലെ തന്നെ ആ വ്യക്തി ആയിരിക്കുന്ന ചില സാമ്പത്തിക കാര്യങ്ങളുണ്ട്, തൻ്റെ മുൻപിലായിരിക്കുന്ന ഞെരുക്കത്തിൻ്റെ അവസ്ഥ, താൻ ഇപ്പോൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക ഡെലിവറൻസ്, അതിന്മേൽ കർത്താവിൻ്റെ കരം ചലിക്കുന്നത് കാണാം. അപ്പോൾ നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ കുടുംബങ്ങളിൽ അത്ഭുതങ്ങളുണ്ടാകട്ടെ, അത്ഭുതങ്ങളുണ്ടാകട്ടെ. അതേപോലെ മുട്ടിൽ ബാൻഡേഡ് ചുറ്റി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കാണാം. ആ കാലുകളിൽ നീരുണ്ട്. ആ കാലുകളിലോട്ട് കൈകൾ വെച്ചാട്ടെ. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഈ കുടുംബത്തിൽ വലിയ അത്ഭുതങ്ങളുണ്ടാകട്ടെ. ഈ കുടുംബത്തിൽ വലിയ ദൈവിക നന്മകളുണ്ടാകട്ടെ. ദൈവിക നന്മകളുണ്ടാകട്ടെ. ഇവർ അനുഗ്രഹത്തിലേക്ക് വരട്ടെ, നന്മയിലേക്ക് വരട്ടെ, ഉയർച്ചയിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു. അതേപോലെ പഠിക്കുന്ന ഒരു മോളെ കാണാം. ആ മോള് പഠനത്തോട് ബന്ധിക്കപ്പെട്ടോ എന്തോ ഒരു കാര്യത്തിൽ മനസ്സിടിഞ്ഞിട്ടാണ് ആയിരിക്കുന്നത്. എനിക്ക് ആ വ്യക്തിയെ കാണുന്നത് പേനയുടെ നിബ്ബ് കുത്തിയൊടിക്കുന്ന അല്ലെങ്കിൽ മൊന കുത്തിയൊടിക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. മനസ്സിൽ വളരെ ചിന്തയിലാണ് ആയിരിക്കുന്നത്, വളരെ വേദനയോടാണ് ആയിരിക്കുന്നത്. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരാൾ പോലും തൻ്റെ മുൻപിൽ അല്ലെങ്കിൽ ലക്ഷ്യം കാണാതെ പോകത്തില്ല. താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ മേൽ ഒരു മറുപടിയുമായിട്ടേ താൻ ആയിരിക്കത്തുള്ളൂ. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ കുടുംബങ്ങളിലെല്ലാം ദൈവിക സ്നേഹം ചലിക്കട്ടെ, ദൈവിക അത്ഭുതങ്ങൾ കൊണ്ട് നിറയട്ടെ അപ്പാ, ദൈവിക സ്നേഹം കൊണ്ട് നിറയട്ടെ അപ്പാ, അവിടുത്തെ അത്ഭുതങ്ങൾ കൊണ്ട് നിറയട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് എല്ലാ ദിവസവും ആയിരിക്കാം. ഗോഡ് ബ്ലെസ് യു.